കുറ്റകൃത്യത്തിന്റെ മുൻകാല ചരിത്രമുണ്ടായിട്ടും കോച്ച് മനുവിനെ പെൺകുട്ടികളുടെ പരിശീലകനായി തുടരാൻ അനുവദിച്ചതിൽ KCAക്ക് ഗുരുതര പിഴവെന്നാണ് തിരുവനന്തപുരം CWCയുടെ കണ്ടെത്തൽ. KCA എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നുള്ളതാണ്. KCAയോട് ചോദിച്ചത് 2016 മുതൽ ഇയാൾ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു എന്നുള്ള വാർത്ത KCAക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് എന്ത് നടപടിയെടുത്തു? KCAയുടെ വീഴ്ചയാണല്ലോ. KCAക്ക് ഇത് അറിയാമായിരുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. KCAയിലെ പരിശീലന സ്ഥലം സന്ദർശിച്ച് സുരക്ഷ വിലയിരുത്തുമെന്ന് CWC തിരുവനന്തപുരം ചെയർപേഴ്സൺ ഷാനിബ ബീഗം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അവിടെ പെൺകുട്ടികൾക്ക് എന്ത് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്? അത് നമ്മൾ തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് ഒരു വിസിറ്റ് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. CWCയിലേക്ക് 18 വയസ്സിന് താഴെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വരാം. ഞങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിക്കാൻ ഇട്ടുകൊടുക്കാൻ പറ്റത്തില്ല ഇവിടെ. അതേസമയം കോച്ച് മനുവിനെതിരായ പോക്സോ കേസുകൾ സൈബർ സെല്ലിനെ കൂടി ഉൾപ്പെടുത്തി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് പീഡനത്തിനിരയായ കുട്ടികളുടെ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും കായികമന്ത്രി V അബ്ദുറഹ്മാനും കത്ത് നൽകി. മനുവിന് കുറ്റകൃത്യത്തിൽ സഹായമൊരുക്കിയ സുഹൃത്ത്, മനുവിന്റെ ഭാര്യ എന്നിവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം വേണം. ഇവരുടെ ഫോണുകളും ലാപ്ടോപ്പുകളും ബാങ്ക് അക്കൗണ്ട് രേഖകളും പരിശോധിക്കണം. ഭയമുള്ള കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകി അവരുടെ പരാതിയിലും കേസെടുക്കണമെന്ന ആവശ്യവും രക്ഷിതാക്കൾ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.